മനോഹരമായ ഒരു ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഈ സഞ്ചാരം. ഗ്രാമ്യഭംഗിയുടെ നിറവിൽ ചൈതന്യപൂർണമായി നിലകൊള്ളുന്ന തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിതമായ ഈ ക്ഷേത്രത്തിൽ ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റേതാണ് പ്രതിഷ്ഠ. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീ ഗുരുവായൂരിലേതുപോലെ ഭഗവാൻ ഇവിടെയും ശ്രീകൃഷ്ണ ഭാവത്തിലാണ്. അതിനാൽ കൊച്ചു ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രത്തിന് വിശേഷണമുണ്ട്. ക്ഷേത്ര ദർശനം കിഴക്കോട്ടാണ്. നിരവധി കരിങ്കൽ പടികൾ കയറിച്ചെന്ന് ക്ഷേത്രനടയിലേക്ക് എത്താം. പടികളോട് ചേർന്ന് മനോജ്ഞമായ കുളപ്പുരയും കെട്ടി സംരക്ഷിച്ചിട്ടുള്ള ക്ഷേത്രക്കുളവും ഉണ്ട്. ക്ഷേത്രകുളത്തിനരികിൽ നിന്നുള്ള ക്ഷേത്ര കാഴ്ചയും ക്ഷേത്രത്തിൽ നിന്നുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ചയും മനോഹരങ്ങളാണ്. തിരുനടയിൽ വിശാലമായൊരു നടപ്പന്തലും ദീപസ്തംഭവും ഉണ്ട്. മരത്തിൽ തീർത്ത മച്ചോടുകൂടിയ ബലിക്കൽ പുര കടന്നു വേണം നാലമ്പലത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ. അവിടെ ഒതുങ്ങിയതും ആകർഷകവുമായ നമസ്കാര മണ്ഡപമുണ്ട്. മണ്ഡപം ചുറ്റി തിരുനടയിലേക്ക് എത്തിച്ചേരാം. ലളിതവും എന്നാൽ പ്രസാദാത്മകവുമായ ശ്രീകോവിൽ. ശ്രീകോവിൽ ചതുരത്തിലുള്ളതും ഇരുനിലകളോട് കൂടിയതുമാണ്. താഴികക്കുടത്തിന് താഴെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പോല മേഞ്ഞതാണ്. അവിടെ ഗർഭഗൃഹത്തിൽ പട്ടേരി നാരായണീയത്തിൽ പാടിയതുപോലെ സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകം പ്രോത്ഭാസിഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം എന്നിവകളോടുകൂടിയ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാം. ആർദ്രഹസിതോല്ലാസം എന്നതൊരു അതിശയോക്തിയല്ല എന്ന് ഒരു നോക്കു കണ്ടാൽ നാം അറിയും. ആ കാഴ്ചയിൽ നാം അറിയും. പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. കൺകുളിർക്കെ ഭഗവാനെ ദർശിച്ച് ഉണർന്ന മിഴുനീരുറവുകളെ തുടച്ച് ഇടത്തോട്ട് നീങ്ങിയാൽ ഗണപതിയുടെ ഒരു ഉപദേവ പ്രതിഷ്ഠയുണ്ട്. വിഘ്നങ്ങളാകുന്ന നാളികേരമുടച്ച് പ്രദക്ഷിണം വയ്ക്കാം. ശ്രീകൃഷ്ണനാമം ജപിക്കാം. സാഷ്ടാംഗം നമസ്കരിക്കാം. ഇവിടെ ഈ അമ്പാടികണ്ണൻ്റെ സന്നിധിയിൽ എന്തൊരു ശാന്തതയാണ് എന്നോ. നാലമ്പലത്തിന് പുറത്തു കിടന്നാൽ ശാസ്താവ്, ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതമാരെ കണ്ടു വണങ്ങാം. പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നാമം ജപിക്കും ഒരാലിലയായി അറിയാതെ നാം മാറും. ഒരേക്കർ ചുറ്റളവിലാണ് തൃക്കാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നത്. ഉയർന്നതും പ്രൗഢവുമായ ക്ഷേത്ര ചുറ്റുമതിലുണ്ട്. വൈവിധ്യമാർന്ന പൂജാപുഷ്പങ്ങളുടെ ചെടികളും നമുക്കിവിടെ കാണാം.
ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രയുണ്ട് എന്നറിയില്ല. വളരെ പ്രാചീനമായ ഒരു ഗ്രാമക്ഷേത്രമാണിത് എന്ന് മാത്രമറിയാം. വൈശാഖ മാസത്തിൽ നടക്കുന്ന ദശാവതാരം ചന്ദനം ചാർത്തു മഹോത്സവം ആണ് ഇവിടുത്തെ ആണ്ടുവിശേഷം. ഏറെക്കാലം മുമ്പ് ഉത്സവാദി ചടങ്ങുകൾ ഉണ്ടായിരുന്ന ക്ഷേത്രമാണിത്. വേദാധ്യയനവും ഇവിടെ നിലനിന്നിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ അവയെല്ലാം മറഞ്ഞുപോയി. വൃശ്ചിക മാസത്തിലെ അയ്യപ്പൻ വിളക്ക് ഇവിടെ വിശേഷ ദിനമാണ്. അഷ്ടമിരോഹിണിയും കുചേലദിനവും ഏകാദശിയുമെല്ലാം ഭക്തരൊത്തുകൂടുന്ന പുണ്യദിനങ്ങളാണ്. പാൽപ്പായസമാണ് ഭഗവാന്റെ ഇഷ്ടനൈവേദ്യം. കുന്നപ്പിള്ളി മനക്കാരായിരുന്നു മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളർ. പിൽക്കാലത്ത് അവരത് ഭദ്രകാളി മറ്റപ്പിള്ളിമന എന്ന താന്ത്രിക കുടുംബത്തിന് കൈമാറി. എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിൽ കുന്നപ്പിള്ളിശ്ശേരി കരയിലാണ് ശ്രീ തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആലുവ അത്താണിയിൽ നിന്ന് 7 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്ന് 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ തൃക്ക ക്ഷേത്രത്തിൽ എത്താം. ഒരിക്കലൊന്ന് വന്ന് ഈ ആധ്യാത്മിക ചൈതന്യത്തിൽ നിമഗ്നമാകുന്നത്